വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഇപ്രകാരം ഒരു സാവകാശം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീഡിയോ തയ്യാറാക്കാനുള്ള കാരണം, ഞാൻ ഫേസ്ബുക്കിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ എഴുതിവിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ചില ആളുകൾ നല്ലതുപോലെ പ്രതികരിച്ചു. ചില ആളുകൾ ആ വാക്യത്തെ വികലമായി ചിത്രീകരിച്ച് കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തുവിട്ടു. അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട്. എങ്കിലും അത് വായിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുവാനും ഇതുവരെയും അവർ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നും അവരെ പുറകോട്ട് മാറ്റിക്കളയുവാൻ വേണ്ടി പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവ് പറഞ്ഞു, അവരുടെ ഫലം കണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ എഫെസോസ് പട്ടണത്തിൽ നിന്നും പോകുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കും. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നതായ കാര്യമാണത്. അത് ഞാൻ പോയതിനു ശേഷം ആട്ടിൻകൂട്ടത്തെ അഥവാ ദൈവസഭയെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവരും ദൈവസഭയെ അപമാനിക്കുവാൻ വേണ്ടി പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് വിപരീത ഉപദേശം, അവർക്ക് ഒരഡ്രസ്സില്ല. ഇന്ന് ഭൂമിയിൽ കാണുന്ന ഏത് സഭാവിഭാഗത്തിനും ഒരു പേരുണ്ട്, ഒരഡ്രസ്സുണ്ട്. അത് ഏത് സഭയായാലും ഇവർക്ക് പറയത്തക്ക ഒരഡ്രസ്സുമില്ല. ഇവർക്കൊരു വിശ്വാസ സംഹിത ഇല്ല. ഇവർക്ക് 10 പേര് കൂടുന്ന ഒരു സഭയില്ല. ഇന്ന് ഈ സഭയിലാണെങ്കിൽ അവർ 4 വർഷം കഴിയുമ്പോൾ ആ സഭ വിട്ട് വേറൊരു സഭയിലേക്ക് പോകും. അവിടെയും തങ്ങളുടേതായ കാര്യങ്ങൾ നടപ്പാകുകയില്ല എന്ന് കണ്ടാൽ അവിടുന്ന് മറ്റൊരിടത്തേക്കും പോകും. അങ്ങനെ കൂടുമാറി നടക്കുന്ന വിപരീത ഉപദേശക്കാർ. എൻ്റെ ഭാഷയിൽ അവർക്ക് ഒരു അഡ്രസ്സും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ വിളിക്കുന്നത് സത്യ നിഷേധികൾ എന്നുള്ളതാണ്. സത്യത്തെ വില കുറച്ച് കണ്ട് അവരെ നിഷേധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് അവർ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഏത് സമയവും ഫേസ്ബുക്ക് ലൈവിലിരുന്ന് ആരൊരു വാക്യമോ എന്തൊരു കാര്യമോ എഴുതിയാൽ അതിന് കമൻ്റ് എഴുതുക, ആളുകളെ അവഹേളിക്കുക, ആളുകളെ വികലമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. ഇത് ഒരു ദുരുപദേശ ഗ്രൂപ്പാണ്. ഇത് അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂദായുടെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു. ഇന്ന് നോക്കിക്കോ, ഏതൊരു കാര്യമായാലും ദൈവത്തെയാണ് വിശകലനം ചെയ്ത് വലിച്ചു കീറുന്നത്. ദൈവത്തെ പാപിയായ മനുഷ്യൻ തന്നെക്കുറിച്ചോ തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ തൻ്റെ വേദനകളെക്കുറിച്ചോ
തൻ്റെ ആവലാതികളെക്കുറിച്ചോ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ എങ്ങനെ തകർന്നു പോയൊരു മനുഷ്യനെ രക്ഷിക്കാമെന്നുള്ളൊരു പദ്ധതിയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അവർ ചർച്ച ചെയ്യുന്ന വിഷയം ദൈവം എന്നുള്ള വിഷയമാണ്. കേവലം ഒരു ശ്വാസത്തിന് മാത്രം വിലയുള്ള മനുഷ്യൻ ദൈവത്തെ കീറിമുറിച്ച് ദൈവത്തെ വിശകലനം ചെയ്ത് തനിക്ക് ബുദ്ധിക്കൊത്ത എത്താത്ത വൻകാര്യങ്ങൾ ചിന്തിച്ച് വികലമായ ആശയങ്ങൾ പടച്ചുവിട്ട് അനേകരുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നു. ഇതൊരു ദുരുപദേശ ഗ്രൂപ്പാണ്. ഇത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കുറച്ചൊക്കെ പേരോ ഉള്ളെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ സാത്താൻ വലിയ തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുന്നില്ല, അനേകർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ദുരുപദേശക്കാരുടെ ലക്ഷണം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ പറ്റിയ കാര്യം, ഇടയലേഖനങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസ് പത്രികയിൽ 1-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ദുരുപദേശത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഖണ്ഡിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-ാം അധ്യായത്തിലും 6-ാം അധ്യായം ആ ലേഖനത്തിൻ്റെ ആദ്യവും മധ്യവും അവസാനവും അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുന്നതായ ഒരു കാര്യം, വ്യാജ ഉപദേഷ്ടാക്കൾ എപ്പോഴും ക്രിസ്ത്യാനികളെ ആക്രമിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതവരുടെ രീതിയാണ്. അവർ മറ്റുള്ള ആളുകളെ ഒന്നും അല്ല ആക്രമിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വ്യാജ ഉപദേശകൾക്ക് അല്ലെങ്കിൽ ദുരുപദേശകന്മാർക്ക് അല്ലെങ്കിൽ സത്യനിഷേധികൾ അവർക്ക് പാപിയായി നശിച്ചു പോകുന്ന വേദനയിലിരിക്കുന്ന മനുഷ്യന് കൊടുക്കാൻ ഒരു സന്ദേശം അവരുടെ കയ്യിൽ ഇല്ല. അവർക്ക് ഏത് സുവിശേഷം പറയാൻ പറ്റും? യേശുക്രിസ്തുവിനെ നിന്ദിക്കുന്നവർ, യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നവർ, ദൈവത്തെ വികലമായി ചിത്രീകരിക്കുന്നവർ ഒരു പാപിയായി തകർന്നിരിക്കുന്ന മനുഷ്യന് കൊടുക്കാനുള്ള സന്ദേശം ഏതാ? യേശുക്രിസ്തുവിനെ കൂടാതെ ഒരു സുവിശേഷമുണ്ടോ? യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ലല്ലോ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരും ബൈബിൾ വിശ്വസിക്കാത്തതുമായ ആളുകൾ, ഈ സത്യനിഷേധികൾ, ഏത് സന്ദേശമാണ് ഒരു പാപിയായ തകർന്നിരിക്കുന്ന മനുഷ്യന്? അവർക്ക് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുവാൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവസഭ ദൈവവചനം വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ ദുരുപദേശകന്മാരുടെ ദുരുപദേശത്തെയും കൂടി ഒരു ശുശ്രൂഷകൻ സഭയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളതായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ദുരുപദേശകന്മാരുടെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ഒന്ന്, അവർ സത്യത്തോട് എതിർത്ത് നിൽക്കും. അവർ സത്യത്തോടാണ് അവർ എതിർക്കുന്നത്. അവരൊരു വചനഭാഗം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ വചനഭാഗത്തിൻ്റെ മുകളിലോ താഴെയോ ഉള്ള കാര്യങ്ങൾ അവർ വായിക്കുകയോ മനസ്സിലാക്കുകയോ അവർ ചെയ്യുകയില്ല. അവർ ചെയ്യുന്നത് ബൈബിളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഉള്ളതായ ഏതെങ്കിലും വാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ വെറുതെ ഇങ്ങനെ, അവർ സത്യത്തോട് എപ്പോഴും മറുത്തു നിൽക്കുന്നവരാണ്. സത്യവചനത്തെ, ബൈബിളിനെ അവർ പൂർണ്ണമായി വിശ്വസിക്കുകയില്ല. ഏതെങ്കിലും കാരണവശാൽ അവർ പറയുന്ന ആശയങ്ങൾ തെറ്റാണെന്ന് മറ്റുള്ള ആളുകൾ എഴുതുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം അടുത്ത തന്ത്രം അവരെടുക്കുന്നത് എന്താണെന്നറിയാമോ? അത് വ്യാകരണ പെശകാണ്, ഇല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ്റെ മിസ്റ്റേക്കാണ്, അത് മൂലഭാഷയിൽ, ആ ഭാഷയിൽ, ഈ ഭാഷയിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1920 ഈ മലയാളത്തിലേക്ക് ബൈബിൾ സൊസൈറ്റി ബൈബിൾ പ്രിൻ്റ് ചെയ്ത് ഇറക്കിയത്. അന്നു മുതൽ ഇന്ന് വരെയും ഈ ബൈബിൾ വായിച്ച് ലക്ഷോപലക്ഷം ആളുകൾ കർത്താവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും പാപമോചനം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും നിത്യതയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ ഈ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ജയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവർ തർക്കിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഇവരൊരു വചനഭാവവും സംസാരിക്കുകയില്ല. മനുഷ്യനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്തുള്ളൊരു മഹാൻ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അവൻ മഹാദൈവം, തീത്തോസിൻ്റെ ലേഖനത്തിലെ ആ വാക്യം ഉദ്ധരിച്ചപ്പോൾ അന്നേരം അതിനടിയിൽ എഴുതിയിരിക്കുകയാണ്, അവൻ മഹാദൈവമല്ല മഹാദേവനാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ
എഴുതിയിരിക്കുന്നത് നിങ്ങൾ ദേവന്മാരാകുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവർ ദേവന്മാർ ആകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് യേശുക്രിസ്തുവിന് ലഭിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തു മഹാദേവനാണ്. ആ മഹാനോട് ഞാൻ ആവശ്യപ്പെട്ടു, നാം മഹാദേവനെന്ന് എവിടെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്? ഒരു വാക്യം തരാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഉരുണ്ട് കളിക്കുകയല്ലാതെ, അദ്ദേഹം ആകെ മൊത്തം പറയുന്നത് സങ്കീർത്തനം 82 സങ്കീർത്തനം 6 വാക്യം, അത് ദേവന്മാരെന്ന് പറയുന്നു. ദേവന്മാരെന്ന് മനുഷ്യന് അരുളപ്പാട് ലഭിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്, ന്യായാധിപന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പല ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ദേവനാണെന്ന് ഒരിടത്തും ഒരു വാക്യവുമില്ല. ഈ സൈസ് പോഷത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിളമ്പുന്ന പുള്ളി പറയുന്നത് ഞാൻ ഏറ്റവും വലിയ ജ്ഞാനിയാണ്. തിരുവനന്തപുരത്തുനിന്ന് ഓൺലൈനിൽ ദുരുപദേശത്തിൻ്റെ വ്യാപാരം നടത്തുന്നൊരു വ്യക്തി. യേശുക്രിസ്തു ദേവനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഗോഡെന്നാണ് എഴുതിയിരിക്കുന്ന ദേവന്മാർക്ക്. ശരിയാ, ഗോഡെന്ന് എഴുതിയിരിക്കുന്നത് സത്യദൈവത്തെ കുറിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഗോഡെന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരം ജി വലിയ അക്ഷരമാണ്. അന്യദൈവങ്ങളെയും ദേവന്മാരെയും കുറിക്കുവാൻ വേണ്ടി എവിടെയെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ അവിടെ ഗോഡെന്ന് എഴുതിയിരിക്കുന്നതിന് ചെറിയ അക്ഷരം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് മനസ്സിലാകുന്നവർക്കല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഒരു മഹാൻ പറയുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് ഡൽഹിയിൽ നിന്നൊരാൾ, ഈ പൊട്ടൻ അല്ലെങ്കിൽ ക്ഷമിക്കണം, ഈ ദുരുപദേശകൻ, വചനത്തെ വികലമായി കൊട്ടിക്കളയുന്ന സത്യനിഷേധി പറയുന്ന കാര്യത്തിനെല്ലാം ഡൽഹിയിൽ നിന്നും ഒരു ജ്ഞാനി എപ്പോഴും സപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും അതിന് സപ്പോർട്ട് അടിക്കും. അദ്ദേഹത്തോട് ഞാനൊരു ഡൽഹിയിലുള്ള മഹാനോടൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അദ്ദേഹം അടിയിൽ എഴുതിച്ചു വച്ചിരിക്കുകയാണ്, താങ്കൾക്ക് എത്ര മഹാദൈവമുണ്ട്? യേശുക്രിസ്തു മഹാദൈവമാണെന്ന് ബൈബിൾ പറയുന്നതാണ്, ഞാൻ എഴുതി വച്ചിരിക്കുന്നതല്ല. അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് പറഞ്ഞപ്പോൾ മഹാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഞാനൊരു മറുപടി തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം ദൈവത്തോട് പറയുന്നു, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, യഹോവയായ ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് ആരോടാണ് പറയുന്നത്? ഇന്നു വരെ അദ്ദേഹത്തിന് മറുപടിയില്ല. ഡൽഹിയിൽ നിന്നുള്ളൊരു ജ്ഞാനി വർഷങ്ങൾ പെന്തിക്കോസിൻ്റെ അനുഭവത്തിൽ നിന്നിട്ട് അവിടുന്ന് തൻ്റെ വിളച്ചിലുകളോ തൻ്റെ കാര്യങ്ങളോ അവിടെ നടക്കുകയില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറംചാടി ഇപ്പോൾ ഒരിടത്തും ഒരു സഭയിലും നിൽക്കാതെ വീട്ടിൽ മാത്രം ഇരുന്ന് ആരാധിക്കുന്ന കക്ഷി. അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പുറത്തുള്ളതെല്ലാം എതിർ ക്രിസ്തുക്കളാണ്, അതുകൊണ്ട് അവരോട് ഫെലോഷിപ്പ് പാടില്ല. മറ്റുള്ള ആളുകളെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ കാര്യം, അവർ അഹങ്കാരം ഉള്ളവരാണ്. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ 1 തിമോത്തി 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. 4-ാം വാക്യം, അവർ അഹങ്കാരം, പൊങ്ങച്ചക്കാരും ചീർത്തിരിക്കുന്നവരുമാണ്. ഒരിക്കലും ഒരു സത്യവിശ്വാസി തലചീർച്ച് ഞാൻ പെരുത്ത ജ്ഞാനിയാണെന്ന് ഒരിക്കലും പറയില്ല. താഴ്മയോടും വിനയത്തോടും പ്രതിപക്ഷ ബഹുമാനത്തോടും കൂടെ സംസാരിക്കുന്നു. എന്നാൽ ഇവർ അഹങ്കാരം കാണിക്കും, പൊങ്കച്ചം കാണിക്കും. ഇവരെല്ലാം തികഞ്ഞവരാണെന്നുള്ള 2-ാമത്തെ ലക്ഷണം. 3-ാമത്തെ ദുരുപദേശകന്മാരുടെ ലക്ഷണം എന്താണ് ചോദിച്ചാൽ, സത്യത്തെക്കുറിച്ച് അറിവില്ലായ്മയാണ്. സത്യം എന്താണെന്ന് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. ഇവർക്ക് ദൈവം, യേശുക്രിസ്തു, ദൈവത്വം, ഇല്ലെങ്കിൽ മനുഷ്യപുത്രൻ, അല്ലെങ്കിൽ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, യേശുക്രിസ്തുവിന് ഏത് ആത്മാവാണുള്ളത്, ഇങ്ങനെയുള്ളതായി മനുഷ്യന് ഒരു ഉപകാരവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മനുഷ്യനെ അവഹേളിക്കുന്നു. അഥവാ ഓൺലൈനിലൂടെ അനേകരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പിശാചിൻ്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ചെയ്യുന്നതായ കാര്യം. ഈ കാര്യത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവർ പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. 1 യോഹന്നാൻ 2:18 വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ തന്നെ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാണ്. അവർ പരിഹാസികളാണ്, മറ്റുള്ളവരെ പരിഹസിക്കും.
നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ തമ്മിൽ പറഞ്ഞ് കളിയാക്കി പരിഹസിക്കും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. കാരണം അവർ സത്യം ഒരിക്കലും അംഗീകരിക്കില്ല. അവർ തർക്കിക്കുകയും ബാധിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരെ അപമാനിക്കാൻ, ഞാൻ ജ്ഞാനി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സത്യം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. അവർ ദുരുപദേഷ്ടക്കന്മാരാണ്. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നവരാണ്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. അതുപോലെ തന്നെ അവർ നമ്മൾ വായിക്കുന്നത് തിമോഥെയോസിൻ്റെ പത്രിക 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദുരാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരാണ്. പൈശാചിക ശക്തിയാൽ അവരറിഞ്ഞോ അറിയാതെയോ ഈ ദുരുപദേശങ്ങളെ ചുമക്കുന്നത് അവർ ദുരാത്മാക്കളാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നെഴുതിയിരിക്കുന്നത്. അത് നമുക്ക് വായിക്കുന്നത് 1 തിമോത്തി 4-ാം അധ്യായം 1-ാം വാക്യം. വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. എന്ന് പറഞ്ഞാൽ അവർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശമാണ്. വ്യാജാത്മാക്കളാൽ പ്രേരിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ പിശാചിനാൽ ആവഹിക്കപ്പെട്ട് അവരറിയാതെ തന്നെ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് ഇങ്ങനെയുള്ളവർ. അവർ അറിയാതെ തന്നെ അവർ മറ്റുള്ളവരെ ദുഷിക്കും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ അവർ ദുഷിക്കുന്നവരാണ്. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കന്യാജനനത്തെക്കുറിച്ചും അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ പറയുകയാണ്, ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് അത് യേശുവിനെ കുറിച്ചല്ല, യേശുവിന് നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയപ്പോൾ അത് അങ്ങനെയല്ല, അത് തെറ്റായ കാര്യമാണ്. യേശുവിനെ കുറിച്ചല്ല ആ കാര്യം യെശയ്യാവ് പറഞ്ഞതെന്ന് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥം, ആ വാക്യങ്ങൾ യെശയ്യാവ് പറഞ്ഞിട്ടുണ്ടോ? ദൂതന്മാർ പറഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് വെറും അബദ്ധമാണെന്ന് ഒരാൾ പറയുകയാണ്. അപ്പം ആ വ്യക്തിയെ പിശാചി ബാധിക്കപ്പെട്ട വ്യക്തിയല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു വ്യക്തിയെക്കുറിച്ച് ഒരാൾ ഈ ഫേസ്ബുക്കിലൂടെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം ചീത്ത വിളിച്ചത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൗലോസ് പറയുന്ന പോലെ സകല ധൂർത്തും കപടവും നിറഞ്ഞവനെ, പിശാചിൻ്റെ സന്തതിയെ എന്ന് വിളിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ദുരുപദേശകനെയും ദൈവത്തിൻ്റെ വചനത്തെ എതിർത്ത് നിന്നവനെ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്കത് തോന്നുന്നു അദ്ദേഹം വന്ന് വിളിച്ചത് അത് തെറ്റല്ല, അദ്ദേഹത്തിന് അത് ആവശ്യമായിരുന്നു എന്നുള്ളത്. കാരണം അതുപോലെ വചനത്തോട് സത്യത്തെക്കുറിച്ച് ഒരറിവുമില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട നിർമ്മല സുവിശേഷം നിർമ്മല ഭാഷയിൽ എഴുതി തന്നിട്ടുണ്ട്. ബൈബിൾ വെളിപ്പെടുത്തുന്നത് പിതാവായ ദൈവമുണ്ട്, അവൻ അയച്ചതും അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന ദൈവോത്രനുണ്ട്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. ഈ 3 സത്യങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തുന്നതാണ്. അതില്ലെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റിയല്ല. അതൊന്നാണോ 3ആണോ അങ്ങനെയുള്ള ചോദ്യം. ആ ആത്മാവുണ്ടോ, ഈ ആത്മാവുണ്ടോ? യേശുവിന് ഏത് ആത്മാവായിരുന്നു? പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഏതാത്മാവായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തിനാ സഹോദരൻ നീ ചോദിക്കുന്ന? ആർക്ക് വേണ്ടിയാണ്? ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഭാവി മാനസാന്തരപ്പെടാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് സത്യത്തെക്കുറിച്ച് അറിവില്ലായ്മയാണ് മറ്റൊരു ലക്ഷണം. 4ാമത്തെ കാര്യം, ന്യായപ്രമാണത്തിൻ്റെ ചോദ്യങ്ങളാൽ ഭ്രാന്ത് പിടിക്കുന്നവരാ. അതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് നോസിയ, രോഗം പിടിച്ചവരാ ന്യായപ്രമാണത്തിൻ്റെ ചോദ്യങ്ങളാൽ. പഴയ നിയമത്തിലുള്ളതായ അതും ഇതും വാക്യങ്ങൾ എടുത്തുകൊണ്ടൊന്ന് കീറിച്ചെകഞ്ഞ് ചോദിച്ചവർ ഭ്രാന്ത് പിടിച്ച് അവർക്കെങ്ങനെയും വാദിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിയാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു സത്യം ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരിക്കലും അവരില്ല. ആരെല്ലാം പറഞ്ഞാലും അവരുടെ സത്യം അംഗീകരിക്കുകയില്ല. അതാണ് സത്യനിഷേധികൾ. 5ാമത്തെ കാര്യം, തർക്കങ്ങൾ അവരുടെ ഒരു ശീലമാണ്. തല നാരിഴ കീറി അവർ മറ്റുള്ളവരോട് കലഹിക്കും. ഏത് കാര്യം പറഞ്ഞാലും അവർ തർക്കിക്കും. ഒരു ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന, ബാഹ്യാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണെങ്കിൽ അതിൻ്റെ ആത്മീയാർത്ഥമോ ആഴങ്ങളിലേക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ.
ഇവരതല്ല. ഇവർ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നേരം എന്താണെന്നറിയാവോ? ഒരാൾ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു മഹാദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബൈബിളിലെ വാക്യം, എൻ്റെ വ്യാഖ്യാനമല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അന്നേരം POC ബൈബിളിൽ യേശു മഹാദൈവമെന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ POC ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ മറിയനെ ദൈവമാതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം അദ്ദേഹം പറയുക, തർക്കമാണല്ലോ, അന്നേരം അദ്ദേഹം പറയുക, താങ്കളൊരു കത്തോലിക്കനാണ്. മറ്റേതെങ്കിലും ഒരു കാര്യം സത്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കളൊരു പെന്തിക്കോസുകാരനാണ്. ഇല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവിടെ തോറ്റുപോവുകയാണെങ്കിൽ അന്നേരം പറയും അദ്ദേഹം അറിവില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹം യേശുനാമക്കാരനാണ്. ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവമാണ്. ഇവർ തരനാലിര കീഴി തർക്കിക്കും, മറ്റുള്ളവരോട് കലഹിക്കും. അവരുടെ സ്വഭാവം അവസാനം കോപമാകും. അവരവസാനം അവരുടെ സകല ജാടത്തരങ്ങളും കോപങ്ങളും ഭീഷണികളും അവർ മുഴക്കും. അടുത്ത കാര്യം, അവർ ഭയങ്കര അസൂയുള്ളവരാണ്. കൈപ്പുളവാകുന്ന സ്വഭാവം അവരിൽ നിന്ന് പുറത്തോട്ട് വരും. സ്നേഹത്തോടെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അവരെ സംസാരിക്കും. ഏഴാമത്തെ കാര്യം, ഉപദേശങ്ങളെ ചൊല്ലിയുള്ള ശണ്ടയാണ് ഇവരുടെ കാര്യം. 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവർ ഉപദേശങ്ങളെ ചൊല്ലി ശണ്ടയിടുന്നവരാണ്. അതുപോലെ തന്നെ ദോഷം സംസാരിക്കും. മറ്റുള്ളവനെ എങ്ങനെയും ആക്ഷേപിക്കുക എന്നുള്ള രീതിയിൽ ദോഷം സംസാരിക്കുകയും ഭയങ്കരമായിട്ട് കോപിക്കുകയും ചെയ്യും. ഇത് ഈ സത്യനിക്ഷേപങ്ങളുടെ പിശാചിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പെട്ടെന്ന് അവർ കോപിക്കും. അവർ അറിയാത്ത എല്ലാ കാര്യത്തെയും ദൂഷിക്കും. അവർക്കറിയത്തില്ലാത്ത എല്ലാ കാര്യവും അവർ ദുഷിച്ച് നിന്ദിക്കും. ദൈവവചനത്തെ അപമാനിക്കും. ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തു ശബത്തിൽ സൗഖ്യമാക്കി. അതുപോലെ തന്നെ യേശുക്രിസ്തു ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടുനിന്ന യഹൂദന്മാർ അവനെ എറിയുവാനായി, യേശുക്രിസ്തുവിനെ എറിയുവാനായി കല്ലെടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് അവർ പറയുന്നു, നിന്നെ ഏത് കാരണത്താൽ കല്ലെറിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നീ ദൈവത്തോട് തന്നെത്താൻ സമനാക്കിയത് കൊണ്ട് ആണ് ഞാൻ നിന്നെ കല്ലെറിയുന്നത്. ദൈവത്തോട് തന്നെത്താൻ സമത്വം അവകാശപ്പെട്ടതുകൊണ്ട്. എന്നാൽ യേശുക്രിസ്തു അവിടെ തിരുത്തുന്നില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരിക്കലും യേശുക്രിസ്തു അവിടെ തിരുത്തുന്നില്ല. കാരണം യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് തിരുത്തേണ്ടതായി ആവശ്യമില്ല. താൻ മനുഷ്യാവതാരം എടുത്ത് മനുഷ്യരെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്നപ്പോൾ സാരാംശത്തിൽ ഒന്ന് തന്നെയാണ്. പിതാവ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം യേശുക്രിസ്തു ചെയ്യുന്നുണ്ട്. ചെയ്യുവാനുള്ള ശക്തിയും കഴിവുമുണ്ട്. അവൻ മനുഷ്യാവതാരം എടുത്ത് നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നേ ഉള്ളൂ. അപ്പോൾ അത് യഹൂദന്മാരാരാണ്? അന്നേരം ആ വ്യക്തി പറയുകയാണ്, യഹൂദന്മാരാരാണ്? അവർ കഴുതകൾ, കോവർ കഴുതകൾ, വിവരദോഷികൾ. എഴുതിവിടുക. അപ്പോൾ യഹൂദന്മാരെ കുറിച്ച് വല്ലതും അറിയാവുന്നിട്ടാണോ ഈ സത്യനിഷേധി? പാപിയും ദോഷിയുമായി ജീവിച്ചിരുന്ന ഒരാൾ യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞു വന്നിട്ട് ഇതിനിടയിൽ കയറി, ക്രിസ്ത്യാനികളുടെ ഇടയിൽ കയറിയിട്ട് ക്രിസ്ത്യാനികളെ കലക്കി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാചിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. അല്ലാതെ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? യഹൂദന്മാരെ ചുറ്റുവിളിക്കുന്നവർ കഴുതയാണ്, കോവർ കഴുതയാണ്, മണ്ടന്മാരാണ്. വല്ലതും അറിയാവോ യഹൂദന്മാരാരാണെന്ന്? ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് ബൈബിൾ പറയുന്നത്. അവരിന്ന് പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുന്നോ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ബൈബിൾ പറയുന്ന കാര്യമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കൈപ്പുളവാകുന്ന ഉപദേശങ്ങളെ ചൊല്ലി ശണ്ടയിടുന്നവരാണ്, ദൂഷണം സംസാരിക്കുന്നവർ. നമ്മളെ അപമാനിക്കുവാൻ എന്തെല്ലാം ഉപയോഗിക്കാവോ ആ വാക്കുകളെല്ലാവരും ഉപയോഗിക്കും. അതുപോലെ തന്നെ അവർ മനസാക്ഷി ദുഷിച്ചു പോയിട്ട് വൃഥാവാദം നടത്തുന്നവരാണ്. അവരുടെ സ്വഭാവം. 5-ാം വാക്യം, അതുപോലെ തന്നെ സത്യത്തെ സംബന്ധിച്ച് ദരിദ്രരും അപസിദ്ധാന്തങ്ങളിലും പിശാചിൻ്റെ ഉപദേശങ്ങളിലും സമ്പന്നരായി തീർന്നിരിക്കുന്നവരാണ്. 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും തിമോഥെയോസിൻ്റെ പത്രികയിലും. അതുപോലെ തന്നെ അവർ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വളരെയധികം ശ്രമിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവർ. നമ്മൾ മനസ്സിലാക്കേണ്ടതായ വ്യാജോപദേഷ്ടന്മാരുടെ ലക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവർ വ്യാജോപദേഷ്ടക്കളുടെ അടയാളങ്ങൾ. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യോപദേശത്തോടും ദൈവിക ഉപദേശത്തോടും ചേർന്ന് നിൽപ്പാൻ അവർ വിസമ്മതിക്കുന്നവരാണ്. ഒരു കാരണവശാലും അതിനോട് ചേർന്ന് നിൽക്കത്തില്ല.
അതുപോലെ തന്നെ വിനയ സ്ത്രീലനായിരിക്കേണ്ടതിന് പകരം ഒരു വ്യാജോപദേഷ്ടാവ് ദുരഭിമാനിയായിരിക്കും എപ്പോഴും. അവർ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നവരായിരിക്കും. രണ്ടാമത്തെ ലക്ഷണം, അവർ ദൈവഭക്തിയെ ആദായ സൂത്രം എന്ന് കരുതുന്നവരാണ്. എങ്ങനെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നവരാണ് ഇങ്ങനെയുള്ളതായ ആളുകൾ. അപ്പോൾ ഈ സത്യനിഷേധികളുടെ ഉപദേശത്തിൽ പെട്ടുപോകാതെ ജീവിക്കണമെന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. ദൈവജനത്തിന് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന കാര്യം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തുനിന്നല്ല വന്നിരിക്കുന്നത്. ഇന്നിപ്പം മുഹമ്മദ് ഈസ ഒരു പെന്തിക്കോസ്ത് വിശ്വാസി ആയിരുന്നിട്ടാണ് അതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തുപോയി വിശ്വാസികളെ വിളിക്കുന്നത്. ബൈബിൾ സംബന്ധമായി ഒന്നും മനസ്സിലാക്കാതെ ജീവിച്ചൊരു വ്യക്തി. അതുപോലെയാണ് ഇപ്പോൾ കാണുന്നത്. അവരെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, സകല കപടവും ധൂർത്തും നിറഞ്ഞ മക്കളായി അവർ ജീവിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ ഇടയിൽ ദുരുപദേശകന്മാർ ഉണ്ടാകും. അവർ തങ്ങളെ തന്നെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത്. അവർ വിവിധ ഉപദേശം പറയുന്നവരാണ്. അങ്ങനെയുള്ള പുരുഷന്മാർ എഴുന്നേൽക്കും. അവർ ഭയങ്കര തീഷ്ണതയോടെ വാദിക്കും. എന്തിനാണെന്നറിയാവോ? ബൈബിൾ പറയുന്നു, അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടില്ല. നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുവാൻ ഇച്ഛിക്കുന്നതത്രേ. ഗലാത്യലേഖനം 4:17 പറയുന്നത്. അവർ എരിവ് കാണിക്കുന്നത് നമ്മളെ നന്മയിലേക്ക് നടത്താനോ നമ്മുടെ തെറ്റിതിരുത്താനൊന്നുമല്ല, നമ്മളെയും അതുപോലെ എരിവുള്ളവരാക്കി തീർത്ത് വലിച്ച് അവരോടൊപ്പം വിട്ട് നാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. അവർ നമ്മെ അടിമപ്പെടുത്തുവാൻ വേണ്ടിയാണ്, നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഗലാത്യലേഖനം 2:4 വായിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന കർത്താവിനെയാണ് അവർ വലിച്ചു കീറുന്നതും തള്ളിപ്പറയുന്നതും. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, അവൻ്റെ മനുഷ്യത്വം, അവൻ ഭൂമിയിൽ വന്നു, അങ്ങനെയുള്ള യേശുവിനെയാണ് ഇവർ വലിച്ചു കീറുന്നത് മുഴുവൻ. രക്ഷകനായി വന്ന് പാടുപെട്ട് മരിച്ച പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ച യേശുവിനെയാണ് ഈ നിഷേധികൾ, ഈ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ മുഴുവൻ ദുഷിക്കുകയാണ്. അവർ നേർവഴി വിട്ട് ബയോരിൻ്റെ മകനായി ബെലിയാവിൻ്റെ വഴിയിൽ നടക്കുന്നവരാണ് എന്ന് നമുക്ക് 2 പത്രോസ് 2:15 വായിക്കാൻ കാണും. 2 പത്രോസ് 15:17 വായിക്കുന്നത്, അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. അവർക്ക് കൂരിരുട്ടാണ് ശേഷിക്കുന്നത്. അതുപോലെ തന്നെ യൂദാപത്രിയിൽ പറയുന്നു, അവർ സ്നേഹസത്യങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. അവർ നമ്മളോടുകൂടെ തിന്നുകുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവർ ഇതുപോലുള്ള ദുരുപദേശകന്മാരാണ്. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇലകൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരിച്ചത്തും വേറ്റുപോയ വൃക്ഷങ്ങൾ. അതാണ് യൂദ അവരെക്കുറിച്ച് പറയുന്നത്. തിമോത്തിയോസ് 6:3 പറയുന്നു, പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവരാണ് ഇവരെ സംബന്ധിച്ച്. അതുകൊണ്ട് റോമലേഖനം 16:17 പറയുന്നു, ഇങ്ങനെയുള്ള വിപരീത ഉപദേശങ്ങളെയും ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ നിങ്ങളോട് അവരോട് അകന്നു മാറുവിൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ആളുകളിൽ നിന്നും അകന്നു മാറി ജീവിക്കണം. ഈ ദുരുപദേശത്തിൻ്റെ വ്യാപാരം ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് സഭകളിൽ ആരാധനകളില്ല. വിശ്വാസികൾ എങ്ങനെയും പ്രാർത്ഥിച്ച് ടി വിയിൽ നോക്കിയായാലും ആരാധനയിൽ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ളതായ എല്ലാവരും അല്പം ടൈം പാസിന് വേണമെങ്കിൽ ഫേസ്ബുക്കോ മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ അതിലൂടെ പിശാചി കാരണം ആരാധനയില്ല, സഭകളെല്ലാം അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. ഒരു ഉപദേശകൻ്റെ ശരിയായ ഉപദേശം ലഭിക്കാത്തതായ ഒരു സാഹചര്യം, വ്യക്തമായി കൂടിയിരുന്നുള്ള ഫെലോഷിപ്പ് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ നുഴന്നു കിടന്ന് വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് അവരുടെ രക്ഷയെ അരുമനാഥനെ തള്ളിപ്പറയുവാൻ, അരുമനാഥനുള്ള അവിശ്വാസം കൊണ്ടുവരുത്തുവാൻ വേണ്ടി വിഷവിത്ത് വിതയ്ക്കുന്ന ഇങ്ങനെയുള്ളതായ ദുരുപദേശകന്മാരെയും പിശാചിൻ്റെ സന്തതികളെയും ഈ സത്യനിഷേധികളെ നിങ്ങളുടെ ഫെലോഷിപ്പിൽ നിന്നും നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്നും ഇവരെ അൺഫ്രണ്ട് ചെയ്യുക, ഇവരെ മാറ്റിക്കളയുക. ഇങ്ങനെയുള്ള നിഷേധികളുടെ വാക്കുകൾ കേൾക്കാതെ, അല്ലെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ടായിരിക്കുന്ന നിമിത്തം നമ്മളിലൂടെയുള്ള ഒത്തിരി മറ്റുള്ള സ്നേഹിതന്മാർ ഇങ്ങനെയുള്ള നിഷേധികളുടെ വാക്ക്, അതാണ് പിശാച് ചെയ്യുന്നത്. പണ്ട് ഏതെങ്കിലും ലേഖനങ്ങളിലൂടെയോ അല്ലെങ്കിൽ വീടുകൾ കയറി എന്തെങ്കിലും ദുരുപദേശം പറയുന്നവർ, ക്ലാസ് എടുക്കുന്നവർ ഇന്ന് ഓൺലൈനായിട്ട് വ്യാപാരം ചെയ്യുക, എല്ലാ ഇടങ്ങളിലും ഭൂമിയുടെ എല്ലാ അറ്റത്തും ചെല്ലുന്നുണ്ടല്ലോ. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അവരെ തിരിച്ചറിഞ്ഞ്
അവർ സത്യം മനസ്സിലാക്കത്തില്ല, അവർ മുൻകോപികളാണ്, അവർ വായിക്കുന്ന ഒരു വചനത്തിൽ നിൽക്കത്തില്ല, അവർ ചാടിപ്പോവും. ഒരു രക്ഷയുമില്ലെങ്കിൽ മൂലഭാഷയിൽ അങ്ങനെയാണ്, ആ ഭാഷയിൽ ഇങ്ങനെയാണ്, ഈ ഭാഷയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മാറിപ്പോയി. അവർക്കൊറ്റ ഉദ്ദേശമുള്ളൂ, യേശു ക്രിസ്തുവിനെ അപമാനിക്കുക, നമ്മുടെ അരുമനാഥനെ നിന്ദിക്കുക, നമുക്ക് വേണ്ടി പ്രാണൻ പൊരിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാണൻ ഏൽപ്പിച്ചു തന്ന യേശുവിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുക. അതിലൂടെ അനേകരുടെ വിശ്വാസത്തെ തണുപ്പിച്ച് കളയുക. ഇങ്ങനെയുള്ളതായ ഒരു തന്ത്രം മെനയുന്ന ഒരു ഗ്രൂപ്പ് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും മറ്റുള്ള ഭാഗങ്ങളെല്ലാം വ്യാപിച്ച് ഭയങ്കര സ്പൈ വർക്ക് നടത്തുക. 24 മണിക്കൂറും ഇവനിലിരിക്കുക. ആരെന്തിട്ട് കഴിഞ്ഞാലും അതിനെന്തെങ്കിലും പറയുക, കയറി ചൊറിയുക, മാന്തുക. ഇതുവരുടെ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ദുരുപദേശക്കന്മാരോട് ഒറ്റ കാര്യമേ ഉള്ളൂ പറയാനുള്ളൂ, നിങ്ങൾ മടങ്ങി വരിക, ഇല്ലെങ്കിൽ നിങ്ങളുടെ നാശം അടുത്തിരിക്കുന്നു. നിങ്ങൾ അരുമനാഥനെ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നതും അല്ലെങ്കിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം, പുത്രനായിരിക്കുന്ന ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ഇതിന് വചന തെളിവുകളുണ്ട്. അതിനാരും വ്യാഖ്യാനത്തിന് ആവശ്യം പോലുമില്ല. അതിനെ വലിച്ചു കയറി വിമർശിക്കാതെ ഈ കൊറോണ കാലത്ത് തകർന്നിരിക്കുന്ന മനുഷ്യനൊരു സന്ദേശം നൽകുക. വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാനായി നിൻ്റെ ഒരു വാക്ക്, വീണ് കിടക്കുന്നവനെ ഒന്ന് എഴുന്നേൽപ്പിക്കാനായി നിൻ്റെ ഒരു കരം നീട്ട്, അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന ഒരു കുടുംബത്തിന് ഏതെങ്കിലും ഒരു സഹായം ചെയ്യുവാനായിട്ട് ഒരു കാര്യം ചെയ്യുക. ഇല്ലാതെ ഇങ്ങനെയുള്ളതായ ഒരു അഡ്രസ്സും ഒരു പേരുമില്ലാതെ നിഷേധിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ബൈബിൾ വിശ്വസിക്കാത്ത ഒരു കൂട്ടം ഈ ദുരുപദേശകന്മാരെ നമ്മൾ കണ്ട് തിരിച്ചറിഞ്ഞ് അവരുടെ ഉപദേശങ്ങളിൽ പെടാതെ വണ്ണം. ഇന്ന് ഇവർ നിൽക്കുന്നത് നാളെ കത്തോലിക്കയിലായിരിക്കും, മറ്റു സ്ഥലത്തേക്ക് അവർ ചാടിക്കൊണ്ടിരിക്കും. അവർക്ക് ഇങ്ങനെ ഒരിടത്തും സ്ഥിരതയിൽ ഒരു അഡ്രസ്സുമില്ല. ഇവരെ തിരിച്ചറിഞ്ഞ് ദൈവദാസന്മാർ നിങ്ങളുടെ സഭാവിശ്വാസികളെ ബോധവാന്മാക്കി ഇങ്ങനെയുള്ളവന്മാരെ അൺഫ്രണ്ട് ചെയ്ത് ഫേസ്ബുക്കിൽ നിന്നും എല്ലാ ഫെലോഷിപ്പിൽ നിന്നും മാറ്റി നിർത്തി ഇവരെ ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഇവർ ചോദ്യം ചെയ്യുകയാണ്. അതിനെ നമ്മൾ പ്രതികരിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഈ സത്യം നിങ്ങൾ അറിയുക. ഇങ്ങനെയുള്ളവരെ ഇത് കേൾക്കും, ഈ ലക്ഷണങ്ങൾ, ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ തർക്കവുമായി വരുന്ന, ഈ വാദഗതിയുമായി വരുന്ന, ഇത് വള്ളിക്ക് പുള്ളിക്ക് കയറി പിടിച്ച് വ്യാഖ്യാനിക്കുന്ന, നിർമ്മല ശരീരത്തെ കൂട്ടിക്കളയുന്ന, സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന, ദൈവജനത്തോട് എതിർക്കുന്ന പിശാച് മാത്രമേ ഉള്ളൂ. പിശാചിൻ്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരാണ്. അത് മനസ്സിലാക്കി ജീവിക്കുക. ഈ കൊറോണ കാലത്ത് നമുക്ക് മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ട് അവനെ ബലപ്പെടുത്താം. വീണ് കിടക്കുന്നവനെ നമുക്ക് എഴുന്നേൽപ്പിക്കാം. ഒരു വാക്കുകൊണ്ട്, ഒരു വാക്ക് നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. 1 മണിക്കൂർ വേണ്ടി നമ്മുടെ ദേശത്തിനും രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദുരുപദേശകന്മാരെ, സത്യനിഷേധികളെ നമുക്ക് ഒഴിവാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.